നമസ്കാരം, ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു സ്വകാര്യ ആശുപത്രിയാണ് SUT പട്ടത്തെ SUT ശ്രീ ഉത്രാടം തിരുനാൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും, അത് തിരുവനന്തപുരംകാർക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും കൂടുതൽ അറിയാവുന്ന ഒരു ആശുപത്രിയാണ് SUT പട്ടം എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന പട്ടത്തെ ശ്രീ ഉത്രാടം തിരുനാൾ ആശുപത്രി എന്ന് പറയുന്നത്. അവിടെ ഇന്ന് രാവിലെ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഈ SUT ഹോസ്പിറ്റലിന്റെ കെട്ടിടത്തിൽ നിന്നും ഭർത്താവ് ചാടി മരിച്ച ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കരകുളം സ്വദേശികളായ ജയന്തിയും ഭാസുരനുമാണ് മരണപ്പെട്ടത്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് മകളുടെ മൊഴി എന്നാണ് നിലവിൽ പറയുന്നത്. അങ്ങനെ പറഞ്ഞോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. മകളുടെ മൊഴി അങ്ങനെയാണ് പറയുന്നത്. ഈ ജയന്തി എന്ന് പറയുന്ന സ്ത്രീ വൃക്കരോഗി ആയിരുന്നു. ഇക്കഴിഞ്ഞ 1-ാം തീയതി മുതൽ ആശുപത്രിയിൽ അവർ അഡ്മിറ്റ് ആയിരുന്നു. തിരുവനന്തപുരം SUT ആശുപത്രിയിൽ അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് വളരെ കുറച്ച് ദിവസങ്ങളായിട്ട് അഡ്മിറ്റ് ആവുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഈ ജയന്തിയെ കൊലപ്പെടുത്തിയ ശേഷം ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യക്ക് ശ്രമിക്കാൻ ഇയാള് തയ്യാറായി. ഭാസുരനെ ഇതേ ആശുപത്രിയിലെ തന്നെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു എന്നുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. സംഭവത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമല്ലെന്നും അന്വേഷണം ആരംഭിച്ചതായിട്ടും ഒക്കെ പോലീസിന്റെ വിവരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവരുടെ മൂത്ത മകൻ, 2 കുട്ടികളാണ്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. അതില് മൂത്ത മകൻ അദ്ദേഹം വിദേശത്താണ്. ഇവരുടെ ഒപ്പമുള്ളത് ഈ മകളാണ്. അപ്പൊ മകൾ പറഞ്ഞത് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിൽ ചെറിയ ചെറിയ ഒരു സംശയങ്ങൾ കൂടി നമുക്ക് ചിലപ്പോൾ വന്നേക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും വൃക്കരോഗിയായ ഭാര്യയെ ഇദ്ദേഹം എന്തിനു കൊലപ്പെടുത്തി, അതിനുശേഷം ഇദ്ദേഹം സ്വയം ആത്മഹത്യക്ക് ശ്രമിച്ചു. ആത്മഹത്യ പിന്നീട് മരണത്തിലേക്ക് എത്തിപ്പെട്ടു. അപ്പൊ ഈ 2 പേരും മരിച്ചത് കൊണ്ട് തന്നെ വ്യക്തമായ ഒരു കാരണം, ഒരു പക്ഷെ ചില ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നടക്കുന്ന സങ്കുചിതമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ചില വിദ്വേഷണങ്ങൾ, അതുമല്ലെങ്കിൽ അവരുടേതായ കുറച്ച് ഈഗോയിസങ്ങൾ, ഇതൊന്നും ചിലപ്പോൾ കുട്ടികൾ അറിയത്തില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പം മകളുടെ മൊഴി പറഞ്ഞിരിക്കുന്നത് മകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഒരു കുട്ടി അച്ഛനമ്മമാരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആ കുടുംബത്തിലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് കുറെയൊക്കെ പ്രായപൂർത്തിയാകുമ്പോൾ തീർച്ചയായിട്ടും അറിയുവാനായിട്ട് സാധിക്കും. പക്ഷെ അത് തന്നെയാണോ യഥാർത്ഥ കാരണമെന്ന് ഇതുവരെയും നമുക്ക് വ്യക്തമായിട്ടില്ല. 1-ാം തീയതി മുതൽ ആശുപത്രിയിൽ ജയന്തി എന്ന് പറയുന്ന ആ സ്ത്രീ അഡ്മിറ്റ് ആയിരുന്നു. ജയന്തിയെ കൊലപ്പെടുത്തിയ ശേഷം ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് ഇദ്ദേഹം ചാടി ആത്മഹത്യക്ക് ശ്രമിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. പക്ഷെ ഈ ആത്മഹത്യക്ക് ശ്രമിച്ച സമയത്ത് ആരും തന്നെ അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതും നമ്മൾ ചോദ്യം ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. കാരണം എല്ലായിടത്തും മുക്കിലും മൂലയിലും ക്യാമറാസ് ഉള്ള ഒരു ഹോസ്പിറ്റലാണ് പട്ടം SUT ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും സ്പെഷ്യൽ സെക്യൂരിറ്റീസ് വരെ ഉള്ള ഹോസ്പിറ്റലാണ്. പക്ഷെ അവിടെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു? ഇനി അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തുടർന്നായിരിക്കാം ഇത്തരമൊരു കൃത്യത്തിലേക്ക് ഭാസുരൻ പോയതെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം പോലീസ് പോലും പറയുന്നത്. കാരണം ഈ കൊലപാതകം നടന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ഇത്രയും സമയങ്ങൾക്കുള്ളിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് പോലീസിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതൊരു പരാജയമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ മാധ്യമങ്ങളിൽ കൂടിയായിരുന്നാലും ചില മാധ്യമങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ചില ഓൺലൈൻ മീഡിയസ് അടക്കമുള്ള ചില സ്ഥാനങ്ങളിലേക്ക് സ്വകാര്യ ആശുപത്രി തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നാണ്. എന്തുകൊണ്ട് ഈ നടന്ന ആശുപത്രി ഇതാണ് എന്ന് പറയാൻ എന്തിനു മടിക്കുന്നു? അപ്പൊ കോർപ്പറേറ്റുകളെ ഭയന്നുകൊണ്ടാണോ ഇവിടുത്തെ പോലീസും അതുപോലെ തന്നെ ഇവിടുത്തെ ജനവിഭാഗങ്ങളും ഇവിടുത്തെ മാധ്യമ മേഖലകളും ഇവിടുത്തെ മന്ത്രിമാരുടെ വകുപ്പ് മേധാവികളും ഒക്കെ എങ്ങനെയാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ പല ഹോസ്പിറ്റലിലും ഇത് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ അബോർഷൻ നടക്കുന്ന ഹോസ്പിറ്റലുകളിൽ കുറെ ഹോസ്പിറ്റൽസ് തിരുവനന്തപുരത്ത് ഉണ്ട്. അത് ഞാൻ വഴിയെ നമ്മൾക്ക് അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരു ചർച്ച വയ്ക്കാം. ഈ ജയന്തിയുടെ കൊലപാതകം യഥാർത്ഥത്തിൽ സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിന്മേൽ ഭാസുരൻ നടത്തിയ കൊലപാതകമാണോ, അതോ അതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാണാപ്പുറങ്ങൾ ഉണ്ടോ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇനി മറ്റു മാധ്യമങ്ങളിൽ വരുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞേക്കാം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു എവിഡൻസ് എപ്പോഴാണോ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ തന്നെ ഈ ന്യൂസ് ഇന്ത്യയിൽ അപ്ലോഡ് ആവുന്നതായിരിക്കും. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമസ്കാരം.